ഹായ്, നമ്മൾ അഡ്വാൻസ്ഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞ പേപ്പറിൽ വേറെ ഡെഫിനേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ സെറ്റ് എഫ് സബ്സെറ്റ് ഓഫ് സി ഓഫ് ജി ഒമേഗ. സി ഓഫ് ജി ഒമേഗ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഈസ് ഇക്യു കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് സെറ്റ് നോട്ട് ഇൻ ജി. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സെറ്റാണ്. ഓക്കെ, ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ സെറ്റാണ് ഇൻ സി. കോംപ്ലക്സിൽ ഓപ്പൺ സെറ്റ് ഇൻ സി ഈസ് ഇക്യു കണ്ടിന്യൂസ്. ഒരു സെറ്റ് എഫിനെ, സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള സെറ്റ് എഫിനെ നമ്മൾ ഇക്യു കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് സെറ്റ് നോട്ട്. ഒരു പോയിൻറ്റിൽ, ഈ സെറ്റ് നോട്ട് എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെയാണ്, ജി എന്ന് പറഞ്ഞതിലാണ് കിടക്കുന്നത്. സോ അറ്റ് എ പോയിൻറ്റ് സെറ്റ് നോട്ടിൽ ജിയിൽ അത് ഇക്യു കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ സെഡ് മൈനസ് സെഡ് നോട്ട് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ, സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിലാണ് ഇക്യു കണ്ടിന്യൂസ്. സെഡ് എന്ന് പറഞ്ഞാൽ വേറൊരു പോയിന്റ്. സോ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കണം. ഡെൽറ്റ ആവും. ആ ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് വരും, ഡി ഓഫ് എഫ് ഓഫ് സെറ്റ്, എഫ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റുകൾ, ആ രണ്ട് ഫങ്ഷൻസിൻ്റെ സെറ്റ് സെറ്റ് നോട്ട് പറഞ്ഞാൽ രണ്ട് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ എഫ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഫങ്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം, ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അതിൽ നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനേഷനൊക്കെ പറയുമല്ലോ, അതേപോലെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഫോർ എവരി എഫ് ഇൻ എഫ് സെറ്റ് എഫ്, ഫങ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റ് എഫിലാണ്. ഓക്കെ, ഇനി എഫ് ഈസ് ഇക്യു കണ്ടിന്യൂസ് ഓവർ എ സെറ്റ് ഇ. ഇ എന്ന് പറഞ്ഞ സെറ്റിലാണ് ഒരു സെറ്റ്, സബ്സെറ്റ് ഇയിലാണ്, ജിയുടെ സബ്സെറ്റായിട്ടുള്ള സെറ്റ് ഇയിലാണ് ഇക്യു കണ്ടിന്യൂസ് ഡിഫൈൻ ചെയ്യണതെങ്കിൽ ഇഫ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഇസ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ സെഡ് ആൻഡ് സെഡ് ഡാഷ് ഇൻ ഇ. ഇവിടെ സെഡും സെഡ് നോട്ടും എവിടുത്തെ പോയിൻ്റാണ്, ജിയിലെ പോയിൻ്റാണ്. ഇവിടെ ഇക്യു കണ്ടിന്യൂസ് അറ്റ് പോയിൻറ്റ് സെറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെറ്റാണ്, നമ്മൾ ഒരു സെറ്റിൽ ഇക്യു കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ സെഡ് ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് ഇയിലുള്ള പോയിന്റ് ആയിരിക്കും. ഏതാണോ സബ്സെറ്റ് നമ്മൾ എടുക്കുന്നത് ആ സബ്സെറ്റിലെ പോയിന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെഡ് മൈനസ് സെഡ് ഡാഷ് ലെസ് ദാൻ ഡെൽറ്റയാണ്. അതേപോലെ ഡി ഓഫ് എഫ് ഓഫ് സെഡ് ഡാഷ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എപ്സിലോൺ ആണെന്നാണ് പറയുന്നത് ഫോർ ഓൾ എഫ് ഇൻ എഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഇക്യു കണ്ടിന്യൂസിൻ്റെ ഡെഫിനേഷനാണ് പറഞ്ഞത്. ഒന്ന് അറ്റ് എ പോയിൻറ്റ് സെറ്റ് നോട്ടിലും ഒന്ന് ഒരു ഓവർ എ സെറ്റിലും. ഓക്കെ, അപ്പോൾ രണ്ടും ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. അടുത്തൊരു പ്രൊപ്പോസിഷനാണ്. സപ്പോസ് എഫ് സബ്സെറ്റ് ഓഫ് സി ഓഫ് ജി ഒമേഗ ഈസ് ഇക്യു കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിൻ്റ് ഓഫ് ജി ദെൻ എഫ് ഈസ് ഇക്യു കണ്ടിന്യൂസ് ഓവർ ഈച്ച് കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് ജി. എഫ് എന്ന് പറഞ്ഞത് സി ഓഫ് ജി ഒമേഗയുടെ സബ്സെറ്റാണ്. അതൊരു ഇക്യു കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിൻ്റ് ഓഫ് ജി. ജിയിലെ ഓരോ പോയിന്റിലും ഇക്യു കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഇക്യു കണ്ടിന്യൂസ് ഓവർ ഈച്ച് കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് ജി. ഓരോ പോയിന്റിലും ഇക്യു കണ്ടിന്യൂസ് ആണെങ്കിൽ അത് കോമ്പാക്ട് സബ്സെറ്റ്, ജിയിലെ കോമ്പാക്ട് സബ്സെറ്റ് ഓരോ കോമ്പാക്ട് സബ്സെറ്റിലും എന്തായിരിക്കും, ഇക്യു കണ്ടിന്യൂസ് ആയിരിക്കും. ജിയുടെ ഓരോ കോമ്പാക്ട് സബ്സെറ്റിലും എഫ് എന്ന് പറയുന്നത് ഇക്യു കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, കെ എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് സബ്സെറ്റാണ് എടുക്കുക. ദെൻ നമുക്കറിയാം എന്താണ്, ഇക്യു കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റിൽ, ഓരോ പോയിന്റിലും ഇക്യു കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫിക്സ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെൻ ഫോർ ഈച്ച് ഡബ്ല്യു ഇൻ കെ ദർ ഇസ് എ ഡെൽറ്റ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ്, അതായത് നമ്മൾ ഡെഫിനിഷൻ ഇക്യു കണ്ടിന്യൂസിന് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ഡബ്ല്യു എന്ന് പറഞ്ഞ പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത്. സെഡ് നോട്ടിന് പകരം ഡബ്ല്യു, സെഡിന് പകരം ഡബ്ല്യു ഡാഷ് എന്നും സെഡ് നോട്ടിന് പകരം ഡബ്ല്യു എന്നുള്ള പോയിൻ്റാണ് എടുക്കുന്നത്. സോ ഡി ഓഫ് എഫ് ഓഫ് ഡബ്ല്യു ഡാഷ് എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1/2 എപ്സിലോൺ ആണെന്നാണ് നമ്മൾ എടുത്തു. ഓക്കെ, ഫോർ ഓൾ എഫ് ഇൻ എഫ് വെൻ എവർ മോഡുലസ് ഓഫ് ഡബ്ല്യു മൈനസ് ഡബ്ല്യു ഡാഷ് എന്തായിരിക്കും, ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഡബ്ല്യു. നമ്മളിവിടെ എപ്സിലോണിനെ 1/2 എപ്സിലോൺ എടുക്കാൻ കാരണം അത് അവസാനം വരുമ്പോൾ 1/2 എപ്സിലോൺ പ്ലസ് 1/2 എപ്സിലോൺ എഴുതി നമുക്ക് എപ്സിലോൺ എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മളത് എടുത്തത്. ഓക്കെ, അപ്പോൾ ഡി ഓഫ് എഫ് ഓഫ് ഡബ്ല്യു ഡാഷ് ഡി ഓഫ് എഫ് ഓഫ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ 1/2 എപ്സിലോൺ എടുത്തു. ഇനി നമ്മൾ ഡബ്ല്യു ഡാഷിൻ്റെയും ഡിസ്റ്റൻസ് അത് എന്തിനോട് ലെസ് ദാൻ ആയിരിക്കും, ഡെൽറ്റേനോടാണ് ലെസ് ദാൻ. ബട്ട് ഇവിടെ ഡെൽറ്റ അല്ല, ഡെൽറ്റ ഡബ്ല്യു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഡെൽറ്റ ഡബ്ല്യുവിനോട് ലെസ് ദാൻ ആയിരിക്കും. നൗ ബി ഓഫ് ഡബ്ല്യു ഡെൽറ്റ ഡബ്ല്യു സച്ച് ദാറ്റ് ഡബ്ല്യു എലമെൻറ്റ് ഓഫ് കെ ഫോംസ് ആൻ ഓപ്പൺ കവർ ഓഫ് കെ. ബി ഓഫ് ഡബ്ല്യു ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഓപ്പൺ കവറാണ്. ഓക്കെ, ഓപ്പൺ കവറാണ് ബി ഓഫ് ഡബ്ല്യു ഡെൽറ്റ ഡബ്ല്യു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഡെൽറ്റയുടെ സ്ഥലത്ത്
ഡെൽറ്റ ഡബ്ല്യു ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ എപ്സിലോണിൻ്റെ സ്ഥലത്ത് നമ്മൾ എപ്സിലോൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബട്ട് ഡെൽറ്റയുടെ സ്ഥലത്ത് നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഡമ്മി വേരിയബിൾ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടിയിപ്പം? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തിയറത്തിൽ പറയുന്നുണ്ട്, ഒരു പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്? ഇക്യു കണ്ടിന്യൂസ് ആണ്. ഒരു പോയിന്റിൽ ഇക്യു കണ്ടിന്യൂസ് ആണെങ്കിൽ ജി എന്ന് പറഞ്ഞതിൻ്റെ സബ്സെറ്റിൽ ഇക്യു കണ്ടിന്യൂസ് ആയിരിക്കും. കോമ്പാക്ട് സബ്സെറ്റിൽ ഇക്യു കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു കെ എന്ന് പറഞ്ഞ ഒരു സബ്സെറ്റ് എടുത്തു. ആ കെ എന്ന് പറഞ്ഞ സബ്സെറ്റ് ഒരു കോമ്പാക്ട് സെറ്റാണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ കെ എന്ന് പറഞ്ഞ സബ്സെറ്റ് കോമ്പാക്ട് സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 പറഞ്ഞൊരു എപ്സിലോൺ നമ്പർ ഫിക്സ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എഴുതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓപ്പൺ കവർ ഫോം ചെയ്യാൻ പറ്റും. ഫോംസ് ആൻഡ് ഓപ്പൺ കവർ ബൈ ലെബസ്ക്യൂ കവറിംഗ് ലെമ്മ. ലെബസ്ക്യൂ കവറിംഗ് ലെമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് എക്സ് ഡി ഈസ് സീക്വൻഷ്യലി കോമ്പാക്ട് and G is an open cover of X, then there is an epsilon greater than 0 such that if X is in X, there is a set G in G with B of X epsilon is subset of G. അതായത് നമ്മൾ ഒരു എക്സ് ഡി എന്ന് പറഞ്ഞൊരു കോമ്പാക്റ്റ് ആൻഡ് ഓപ്പൺ കവർ, കോമ്പാക്റ്റ് എടുത്തു, ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കവറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എപ്സിലോൺ കണ്ടെത്താൻ പറ്റും. ദർ എക്സിസ്റ്റ് ആൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഇൻ എക്സ്, ദർ ഈസ് എ സെറ്റ് ജി ഇൻ ജി വിത്ത് ബി ഓഫ് എക്സ് എപ്സിലോൺ. ഇവിടെ പറഞ്ഞ ബി ഓഫ് ഡബ്ല്യു കോമ ഡെൽറ്റ ഡബ്ല്യു. ബി ഓഫ് ഡബ്ല്യു കോമ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞത് എന്തിനേക്കാളും എന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? ജിയുടെ സബ്സെറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ജി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ലെബസ്ക്യൂ കവറിംഗ് ലെമ്മ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ദർ ഈസ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ ഈച്ച് സെറ്റ് ഇൻ കെ ബി ഓഫ് സെറ്റ് ഡെൽറ്റ. ഇവിടെ സെറ്റ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊന്നും എടുത്തു. ഈസ് കണ്ടെയ്ൻഡ് ഇൻ വൺ ഓഫ് ദി സെറ്റ്സ് ഓഫ് ദിസ് കവർ. അതായത് ആ ലെബസ്ക്യൂ ലെമ്മയിൽ പറഞ്ഞതെന്താ വെച്ചാൽ ബി ഓഫ് എക്സ് കോമ എപ്സിലോൺ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ആ ജിയിൽ ഓരോ കോമ്പാക്ട് സെറ്റിലും നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കോമ്പാക്ട് സെറ്റിൽ എന്ത് ചെയ്യും? ആ ഒരു ബി ഓഫ് സെറ്റ് ഡെൽറ്റ എന്ന് പറഞ്ഞത് കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ആ ലെബസ്ക്യൂ ലെമ്മ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നു കേട്ടോ, എന്താണെന്നുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ആ തിയറം നോക്കാം. ഇസ് കണ്ടെയ്ൻഡ് ഇൻ വൺ ഓഫ് ദി സെറ്റ്. അതെന്തായാലും എന്തായിരിക്കും? ഈ ഒരു കവർ എന്ന് പറഞ്ഞത് അതിലൊരു സെറ്റിൽ കണ്ടെയ്ൻ ചെയ്യും. സോ ഇഫ് സെഡ് ആൻഡ് സെഡ് ഡാഷ് ആർ ഇൻ കെ ആൻഡ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് ഡാഷ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. സെഡും സെഡ് ഡാഷും എവിടെ ഉണ്ടാവും? കെയിലുണ്ടാവും. ആൻഡ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് ഡാഷ് പറഞ്ഞാൽ ലെസ് ദാൻ ഡെൽറ്റ. there is a w in k with z dash element of b of z delta is subset of b of w delta w. അതായത് നമ്മൾ ഒരു w എന്ന് പറഞ്ഞ എലമെൻ്റാണ് കെയിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ z ഡാഷ് എന്ത് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ? z ഡാഷ് ഈസ് എലമെൻറ്റ് ഓഫ് b ഓഫ് z ഡെൽറ്റ. അത് പറഞ്ഞത് ഓപ്പൺ കവറാണ്. z ഡാഷും സെഡും എവിടെയുള്ളത്? കെയിലാണുള്ളത്. സോ z ഡാഷ് എന്ന് പറഞ്ഞത് സെഡിൻ്റെ ഓപ്പൺ കവറിലും കണ്ടെയ്ൻ ചെയ്യും. ഈ സബ്സെറ്റ് ഓഫ് എന്താണ്? ബി ഓഫ് ഡബ്ല്യു ഡെൽറ്റ ഡബ്ല്യു. കാരണം ഡബ്ല്യു ആണ് നമ്മളവിടെ കെയിൽ കോമ്പാക്ട് സെറ്റിലായിട്ട് എടുത്തത്. ഓക്കെ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഡബ്ല്യു ആൻഡ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് ഡാഷ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഡബ്ല്യു. നമുക്ക് രണ്ട് കേസ് എടുത്തു. നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു, സെഡ് ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. ആ രണ്ടും എന്താ എങ്ങോട്ടാണ് പോണത്? അത് ലെസ് ദാൻ ഡെൽറ്റ ഡബ്ല്യു ആണ്. അതിന് നമുക്ക് എന്ത് എഴുതാം? ദിസ് ഗീവ്സ് ഡി ഓഫ് എഫ് ഓഫ് സെഡ് എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇസ് ലെസ് ദാൻ 1/2 എപ്സിലോൺ ആണ്. അതേപോലെ ഡി ഓഫ് എഫ് ഓഫ് സെഡ് ഡാഷ് കോമ എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞത് എന്തായിരിക്കും? 1/2 എപ്സിലോൺ ആണ്. അപ്പം നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് ഡാഷ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഡി ഓഫ് എഫ് ഓഫ് സെഡ് കോമ എഫ് ഓഫ് സെഡ് ഡാഷ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ അതിൻ്റെ നടുവിലൊരു പോയിൻറ്റിന് ഡബ്ല്യു നമ്മൾ എടുത്തു. അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് ഡാഷ് ഈസ് ഡി ഓഫ് എഫ് ഓഫ് സെഡ് കോമ എഫ് ഓഫ് സെഡ് ഡാഷ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് എഫ് ഈസ് ഇക്യു കണ്ടിന്യൂസ് ഓവർ കെ. സെഡ് ആ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ആ ഫങ്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഈസ് ഓൾസോ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് അർസെല അസ്കോളി തിയറമാണ്. ചിലപ്പോൾ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ സ്റ്റേറ്റ് അർസെല അസ്കോളി തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ. അപ്പോൾ ഈ സെറ്റ് എഫ് സബ്സെറ്റ് ഓഫ് സി ഓഫ് ജി ഒമേഗ ഈസ് നോർമൽ. അതൊരു നോർമൽ സെറ്റാണ്.
നോർമൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി ഫോളോയിങ് ടു കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈ. എഫ് എന്ന് പറഞ്ഞത് ഒരു നോർമൽ സെറ്റ് ആണെങ്കിൽ ഈ താഴെയുള്ള രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ നോർമൽ ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നോർമൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫോർ ഈച്ച് സെറ്റ് ഇൻ ജി f of z such that f element of f has compact closure in omega, and second one f is equicontinuous at each point of g. and രണ്ട് കണ്ടീഷനാണ് പറഞ്ഞത്. ഫോർ ഈച്ച് സെറ്റ് ഇൻ ജി എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പാക്റ്റ് ക്ലോഷർ ആണ്, അതേപോലെ എഫ് എന്ന് പറഞ്ഞത് ഒരു ഇക്യു കണ്ടിന്യൂസ് ആണ്. അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ജി, ജിയിലെ ഓരോ പോയിന്റിലും ഇക്യു കണ്ടിന്യൂസ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഫസ്റ്റ് അസ്യൂം ദാറ്റ് എഫ് ഈസ് നോർമൽ. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യണം എഫ് നോർമൽ ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഓരോ സെറ്റ് നമ്മൾ എടുത്താലും അതിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഒരു കോമ്പാക്റ്റ് ക്ലോഷർ ആയിരിക്കും ഇൻ ഒമേഗയിലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഡിസ്ക്രീറ്റ് മെട്രിക്സ് ആണ്. മെട്രിക് സ്പേസ് ആണ്. ഒമേഗ എന്ന് പറഞ്ഞത് മെട്രിക് സ്പേസ് ആണ്. നമ്മൾ എഫ് നോർമൽ ആണെന്ന് അസ്യൂം ചെയ്തു. എഫ് നോർമൽ ആണെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എഫ് നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സബ് സീക്വൻസ് ഉണ്ടാവും, അത് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? ആ കൺവേർജ് ടു എ ഫംഗ്ഷൻ, ഒരു എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യും. നോട്ടീസ് ദാറ്റ് ഫോർ ഈച്ച് സെറ്റ് ഇൻ ജി ദി മാപ്പ് ഓഫ് സി ഓഫ് ജി ഒമേഗ ടു ഒമേഗ ഡിഫൈൻഡ് ബൈ എഫ് ടു എഫ് ഓഫ് സെറ്റ് ഈസ് കണ്ടിന്യൂസ്. അതായത് നോർമൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ നിന്ന് ഒരു മെട്രിക് സ്പേസിലേക്കായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ടു എഫ് ഓഫ് സെറ്റ് ആണ്. എഫിൽ നിന്ന് എഫ് ഓഫ് സെറ്റിൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്കാണ് നമ്മളുടെ മാപ്പ് ചെയ്യുന്നത്. അതൊരു കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ എഫ് ക്ലോഷർ ഈസ് കോമ്പാക്റ്റ്. എഫ് ക്ലോഷർ കോമ്പാക്റ്റ് ആണ്. ഇറ്റ്സ് ഇമേജ് ഈസ് കോമ്പാക്റ്റ്. എഫ് ക്ലോഷർ എന്ന് പറഞ്ഞത് കോമ്പാക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇമേജ് എന്തായിരിക്കും? എന്തായാലും കോമ്പാക്റ്റ് ആയിരിക്കും ഇൻ ഒമേഗ. ആൻഡ് എ ഫോളോസ്. ഇതാണ് ഫസ്റ്റ് വൺ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താ? കോമ്പാക്റ്റ് ക്ലോഷർ ഇൻ ഒമേഗ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എഫ് ക്ലോഷർ എന്ന് പറഞ്ഞത് കോമ്പാക്റ്റ് ആണ്. എഫ് ക്ലോഷർ ഈസ് കോമ്പാക്റ്റ്, ഇറ്റ്സ് ഇമേജ് ഈസ് കോമ്പാക്റ്റ് ഇൻ ഒമേഗ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇമേജ് കോമ്പാക്റ്റ് ആണ്. സോ അതിൻ്റെ ക്ലോഷർ എന്തായിരിക്കും? കോമ്പാക്റ്റ് ആയിരിക്കും. എ